ഹായ് ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ സ്ക്വയേഴ്സ്, അതായത് വലിയ സംഖ്യയുടെ സ്ക്വയേഴ്സ് എങ്ങനെയാണ് കാണാൻ നോക്കാം. അതായത് നമുക്കിപ്പോ ഒരു 20, 30, ഒരു 40 വരെയൊക്കെ കാണാതെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നക്ക സംഖ്യ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് ട്രിക്കി ആയിട്ട് എങ്ങനെയാണ് കാണാൻ നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പൊ നമ്മള് ഇതില് ആദ്യം ബേസ് 100 ആയിട്ട് എടുക്കുക. ബേസ് 100 എന്ന് പറഞ്ഞാൽ ബേസിക് വാല്യൂ 100. അപ്പൊ ഈ 102 നമ്മൾ ആദ്യം എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. 102 സ്ക്വയർ എത്രയാവും, എങ്ങനെ കാണാന്ന് വെച്ചാൽ ആദ്യം ഈ സംഖ്യ എഴുതാം. 102 സംഖ്യ എഴുതാം. പിന്നെ നമ്മളെ ബേസ് വാല്യൂ 100 അല്ലേ. അപ്പൊ 100 എത്ര കൂട്ടിയാലേ 102 ആവുക? 2 കൂട്ടിയാല് അല്ലെ. അപ്പൊ ഈ 2 പ്ലസ് ചെയ്യാം. അപ്പൊ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ചെയ്ത 2 അല്ലേ, ആ 2ന്റെ സ്ക്വയർ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 102 പ്ലസ് 2 എത്ര? 104. അപ്പൊ ഇപ്പുറത്തെ എത്ര? 2ന്റെ സ്ക്വയർ പറയുന്നത് 4. അപ്പൊ 04. അപ്പൊ ഇതിന്റെ 102 സ്ക്വയർ എത്ര ആവും? 10404 ആവും 102 സ്ക്വയർ. സിമ്പിൾ അല്ലേ? ഇതേമാതിരി തന്നെയാണ് എല്ലാതും. പിന്നെ നമുക്ക് വേറെ ഒന്നിനും നോക്കിയാൽ ഇപ്പൊ ഒരു 87 സ്ക്വയർ നോക്കാം. 87 സ്ക്വയർ എങ്ങനെയാവും? സംഖ്യ എഴുതുക. 100 എത്ര കുറച്ചാൽ 87 കിട്ടുക? 13. അപ്പൊ ആ 13 കുറച്ച് കൊടുക്കുക. അടുത്ത എന്താ? ഈ കുറച്ച വാല്യൂവിന്റെ സ്ക്വയർ ചെയ്യുക. 13ന്റെ സ്ക്വയർ. അപ്പൊ എന്താ ഇവിടെ വരിക? 74. ഇപ്പുറത്തെ ഭാഗത്ത് എന്ത് വരിക? 169. നമുക്കിപ്പോ 87 രണ്ടക്കല്ലേ ഉള്ളൂ. രണ്ടക്കം എന്ന് പറയുമ്പോൾ അതിന്റെ സ്ക്വയേഴ്സിന് എത്ര ഒക്കെ ഉണ്ടാവും? 4 അക്കം അല്ലെ. ഇപ്പൊ 100ന്റെ സ്ക്വയർ പറഞ്ഞാൽ എത്ര? 10,000 അല്ലെ. 10,000-ലാണ് 5 അക്കം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ 4 അക്കം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ 5 അക്കം ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ 4 അക്കം ആക്കാൻ വേണ്ടിട്ട് ഇതിത്തെ ഫസ്റ്റത്തെ പാർട്ടിത്തെ ലാസ്റ്റ് സംഖ്യയും പിന്നെ സെക്കൻഡ് പാർട്ടിത്തെ ഫസ്റ്റ് സംഖ്യയും തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായി? അപ്പൊ എന്ത് വരും? ഈ 4 1 ആഡ് ചെയ്ത 7 മാതിരി തന്നെ 4 1 ആഡ് ചെയ്ത 5, ഈ 6 അതേമാതിരി 9. ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് വലിയ സംഖ്യകളുടെ ബേസ് 100 ആയതിന്റെ സ്ക്വയേഴ്സ് കാണണേ. ഇനിയിപ്പോ നമുക്ക് എന്തെടുക്കാം? ബേസ് 50 എടുക്കാം. എല്ലാത്തിന്റെ സെയിം മെത്തേഡ് തന്നെയാണ്. 50 എടുക്കുമ്പോൾ നമുക്കൊന്നൊരു 57ന്റെ സ്ക്വയർ ആക്കും. 57ന്റെ സ്ക്വയർ എങ്ങനെയാവും? ഈ നമ്മൾ ആദ്യം ബേസ് 100 എടുത്തേ. ഈ 100 50 തമ്മിലുള്ള ബന്ധം എന്താ? 100ന്റെ പകുതിയാണ് 50. അതിപ്പോ നമ്മള് മാത്സിന്റെ രീതിയിൽ പറഞ്ഞ എന്താ തരിക? ഹാഫ് അല്ലെ. ഹാഫ് ഓഫ് 100 ആണ് 50 അല്ലെ. അപ്പൊ നേരത്തെ 100 ചെയ്ത മാതിരി തന്നെ സംഖ്യ എഴുതുക. 57. ഈ 50 അല്ല നമ്മളെ ബേസ്. 50 എത്ര കൂട്ടിയാലേ 57 ആവാ? 7. അപ്പൊ പ്ലസ് 7 അല്ലെ. ഇനി അടുത്ത പാർട്ട് എന്താ? 7ന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 57 പ്ലസ് 7 64. 64ന്റെ പകുതി എത്ര? 32. അടുത്ത എന്താ? 49 അല്ലെ. അപ്പൊ എന്ത് വരും? 32, 49. മനസ്സിലായില്ലേ? ഇതേമാതിരി ഇനിയിപ്പോ അടുത്ത നമ്മള് ബേസ് വാല്യൂ എത്ര? 150 നോക്കാം. ബേസ് വാല്യൂ 150 എടുത്ത് കൂട്ടിക്കോ. 150 100 തമ്മിലുള്ള വാല്യൂ എന്താ? 100ന്റെ 1.5 മടങ്ങാണ് 150 അല്ലെ. 100ന്റെ 1.5 മടങ്ങ് പറയുമ്പോ 3/2. 3/2 ഇൻറ്റു 100 അല്ലേ 150 വരുന്നേ അല്ലെ. അപ്പൊ 100ന്റെ 1.5 മടങ്ങാണ് 150. അപ്പൊ നമുക്കൊരു 157ന്റെ സ്ക്വയർ നോക്കി. 157ന്റെ സ്ക്വയർ നോക്കുമ്പോ എന്താവും? 1.5 മടങ്ങ് 3/2. അപ്പൊ 3/2 ഇൻറ്റു 157 പ്ലസ് എത്ര? 7. 150 കൂടെ 7 കൂട്ടിയാലല്ലേ 157. അപ്പൊ 7. പിന്നെ രണ്ടാമത്തെ പാർട്ടില് 7ന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ എന്ത് വരും? 157 പ്ലസ് 7 എത്ര? 164. അപ്പൊ എന്ത് വരും? 3/2 ഇൻറ്റു 164 ഇവിടെ 49 അല്ലെ. ഈ രണ്ടും കട്ട് ചെയ്ത് എത്രയാവും? 82. അപ്പൊ 82 ഇൻറ്റു 3 എത്ര? 624 അല്ലെ. 246, 49. അപ്പൊ ഇതിന്റെ എത്രയാവും? 246, 49. അതായത് 24,649 ആവും 157ന്റെ സ്ക്വയർ. അപ്പൊ ഇങ്ങനെയാണ് സ്ക്വയേഴ്സ് കാണാം. സിമ്പിൾ അല്ലേ? അപ്പൊ ഇനി നമ്മൾ അടുത്തത് ഇപ്പൊ ഇതിന് നേരം 220 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താവും? എങ്ങനെയാവും? ബേസ് വാല്യൂ ഏതാ വരിക? 200 വരും. 200 വരുമ്പോ എന്താ? 100ഉം 200 തമ്മിൽ എന്താ? 100ന്റെ 2 മടങ്ങാണ് 200. അതായത് 2 ഇൻറ്റു എന്തോ 220 പ്ലസ് 200ന്റെ എത്ര കൂട്ടിയാലാ 220 ഇൻറ്റു 20ന്റെ സ്ക്വയർ. ഓക്കെ, അത് ഇങ്ങനെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് സ്ക്വയേഴ്സ് കാണാൻ ഇത്ര ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ 217ന്റെ സ്ക്വയർ ഒന്ന്
കമന്റ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിണ്ടോ നോക്കാൻ വേണ്ടിട്ട്. സിമ്പിൾ അല്ലേ? എന്താ ചെയ്യുക, ബേസ് വാല്യൂ ഏതാണോ അത് വെച്ചിട്ട് നോക്കുക. എല്ലാ 100ന്റെ ആണെങ്കിൽ ആ സംഖ്യ അതേമാതിരി എഴുതുക. എന്നിട്ട് ബേസ് വാല്യൂ ആ സംഖ്യ തമ്മിൽ എത്രയാണോ കൂട്ടേണ്ടത് അല്ലെങ്കിൽ എത്രയാണോ കുറയ്ക്കേണ്ടത് നോക്കുക. എന്നിട്ട് ആ കുറച്ചത് കൂട്ടിയതിന്റെ സംഖ്യ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ ഈ സ്ക്വയേഴ്സ് പെട്ടെന്ന് കാണാനുള്ള ട്രിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.